കുട്ടികളും മുതിർന്നവരുമൊക്കെ നൃത്തം പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ ഗുണകരമായൊരു പരിപാടിയാണ് നൃത്തം. ശ്രദ്ധയും ഓർമ്മശക്തിയും കൂടും. സ്റ്റെപ്സ്, താളം, കൈമുദ്ര, മുഖഭാവം എല്ലാം ഓർത്തുകൊണ്ട് ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ കോൺസെൻട്രേഷനും മെമ്മറി പവറും കൂടും, വർദ്ധിക്കും. രണ്ടാമത്തത്, ശരീര ആരോഗ്യം മെച്ചപ്പെടും. ശരിയായ പോസ്ചർ, ഫ്ലെക്സിബിലിറ്റി, സ്റ്റാമിന എന്നിവ കൂടും. പിന്നെ ചലനങ്ങൾക്ക് ഒരു ആകർഷണീയത കൂടും. ബോഡി കോർഡിനേഷൻ, ബോഡി ഡിസിപ്ലിൻ ഒക്കെ നമുക്കുണ്ടാവും. ചുവടുകൾ ശരിയായി നടക്കാൻ സഹായിക്കും. ബോഡി കൺട്രോളും കോൺഫിഡൻസും കൂടും. പേടി കുറയും. കേൾവി ശക്തി, ടൈമിംഗ് സെൻസ് ഇവയൊക്കെ വർദ്ധിക്കും. പിന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, മനസ്സ് ശാന്തമാകും. ആവേശം, കോപം എന്നിവ കുറയും. സംസ്കാരം, കഥകൾ, മൂല്യം എന്നിവയുണ്ടാകും. ദേവകഥകളും പുരാണങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ പഠിക്കും. എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. മുഖഭാവം, കണ്ണിൻ്റെ ഭാഷ, കഥ പറയുന്ന കഴിവ് ഒക്കെ വളരും. സമയപാലനം, കൃത്യത എന്നിവ കൈവരും. ചലനങ്ങൾ അരോചകമാവാതെ ഭംഗിയായി വരും. ശരീരത്തിൻ്റെ ഭംഗിയുള്ള ഷേപ്പ് ഉരുത്തിരിഞ്ഞു വരും. മുതിർന്നവർ പഠിക്കുകയാണെങ്കിൽ വെയിറ്റ് കൺട്രോളിന് സഹായിക്കും. അതിൻ്റെ സ്റ്റാമിന വർദ്ധിക്കും. ശരീരം സജീവമായി നിൽക്കും. കാൽമുട്ട് വേദന, പുറം വേദന എന്നിവ നിയന്ത്രണത്തിലാകും. ബാലൻസ് മെച്ചപ്പെടുന്നതുകൊണ്ട് വീഴ്ചകൾ കുറയും. സ്ട്രെസ്സ് കുറയും. മനസ്സ് ശാന്തമാകും. ഓർമ്മശക്തിയും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള ആ ശ്രദ്ധ കൂടും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഫ്ലെക്സിബിലിറ്റി, ജോയിൻ്റ് മൊബിലിറ്റി വർദ്ധിക്കും. ബോഡിയുടെ സ്റ്റിഫ്നെസ് ഇല്ലേ, ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു തരം ടൈപ്പ് ബോഡി ഇല്ലേ, അത് കുറയും. ഉറക്കം മെച്ചപ്പെടും. അതാണ് ഏറ്റവും നല്ല ഗുണം. മുഖഭാവവും കൈഭാഷയും ആംഗ്യങ്ങളും മുദ്രകളും പഠിക്കുന്നത് കൊണ്ട് സംസാരിക്കുമ്പോൾ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റം വരും, ഒരു ആകർഷണീയത വരും. മുതിർന്നവർക്ക് ഒരു എക്സർസൈസ് തെറാപ്പി പ്ലസ് ആർട്ട് പ്ലസ് മെഡിറ്റേഷൻ ആണ് നൃത്തം. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ നൃത്തം പഠിച്ചാലുണ്ട്. ഇനിയും നിരവധി ഗുണങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഡാൻസ് ടീച്ചറോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും.